ഭാരത് ഉപഭോഗ ഫണ്ടിൽ നിക്ഷേപിക്കാനുള്ള സുവർണാവസരത്തെക്കുറിച്ച് പഠന ബൈറ്റുകൾ അവതരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, 2028 ആകുമ്പോഴേക്കും ഇന്ത്യ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകും. ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന കാരണം 140 കോടി ജനസംഖ്യയുടെ ശക്തിയാണ്. അത് ഇന്ത്യയിൽ ഉപഭോഗ കുതിപ്പ് സൃഷ്ടിക്കും. ഉപഭോഗം എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ നിങ്ങൾ ഓടിക്കുന്ന കാർ വരെ ഓരോ ഉൽപ്പന്നവും സേവനവും ഉപഭോഗ കഥയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉപഭോഗ കുതിപ്പിന്റെ 5 പ്രധാന പ്രേരകങ്ങളാണ്. എല്ലാ 5 ഡ്രൈവറുകളും ഓരോന്നായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യത്തെ ഡ്രൈവർ അനുകൂലമായ ജനസംഖ്യാശാസ്ത്രമാണ്. അവിടെ 80% ഇന്ത്യക്കാർ 2030 ആകുമ്പോഴേക്കും ശരാശരി 31 വയസ്സ് പ്രായത്തിലായിരിക്കും. അതായത് യുവജനസംഖ്യയിൽ വർധന. അതിനാൽ യുവജനസംഖ്യ കൂടുതൽ സമ്പാദിക്കുകയും കൂടുതൽ ചെലവഴിക്കുകയും കൂടുതൽ ഉപഭോഗം ചെയ്യുകയും ചെയ്യും. ഒപ്പം രണ്ടാമത്തെ ഡ്രൈവർ നഗരവൽക്കരണമാണ്. റിപ്പോർട്ട് അനുസരിച്ച് ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന മികച്ച 5 നഗരങ്ങളിൽ 4 ഇന്ത്യയിൽ നിന്നുള്ളവയാണ്. 2050 ഓടെ ഇന്ത്യയുടെ 50% നഗരവൽക്കരിക്കും. ഗ്രാമീണത്തിൽ നിന്ന് നഗരത്തിലേക്ക് മാറുന്നത് കൂടുതൽ ഉപഭോഗത്തിലേക്ക് നയിക്കും. മൂന്നാമത്തെ ഡ്രൈവർ ഡിജിറ്റൈസേഷനും ഇ-കൊമേഴ്സിനെ കുറിച്ചും സംസാരിക്കുന്നു. ഇപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എല്ലാം ഓൺലൈനിൽ ഷോപ്പിംഗ് ചെയ്യുന്നു. ആമസോൺ, മിൻട്രയിൽ നിന്നുള്ള വസ്ത്രങ്ങൾ പോലെ, സൊമാറ്റോയിൽ നിന്നുള്ള ഭക്ഷണം, സ്വിഗ്ഗി, ബ്ലിങ്കറ്റിൽ നിന്നുള്ള പലചരക്ക് സാധനങ്ങൾ, വലിയ ബാസ്ക്കറ്റ് എല്ലാം ഒരു ബട്ടണിന്റെ ക്ലിക്കിൽ ലഭ്യമാണ്. ഇത് കൂടുതൽ ഉപഭോഗത്തിലേക്ക് നയിക്കുന്നു. നാലാമത്തെ ഡ്രൈവർ ആയ പ്രീമിയമൈസേഷൻ പറയുന്നത് ആളുകൾ ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്നും അപ്പർ മിഡിൽ ക്ലാസ്സിലേക്കും അപ്പർ മിഡിൽ ക്ലാസ്സിൽ നിന്നും സമ്പന്ന ക്ലാസ്സിലേക്കും അവരെ തന്നെ ഉയർത്തുകയാണ് എന്നതാണ്. ഉപഭോക്താക്കൾക്ക് ബ്രാൻഡും സ്റ്റാറ്റസ് ബോധവും കൂടി വന്നുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ട് നിങ്ങൾ ആശ്ചര്യപ്പെടും. ആപ്പിളിന്റെ വിപണി വിഹിതം 2019 2023 ഇടയിൽ 6 മടങ്ങ് വളർന്നു. ഇത് മാത്രമല്ല, അവർ 2023 ഇന്ത്യയിൽ 1 കോടി യൂണിറ്റുകൾ വിറ്റഴിഞ്ഞു. സ്റ്റാറ്റ്സിലും ബ്രാൻഡ് മുൻഗണനകളിലും വന്ന മാറ്റം കാരണം ഇത് വീണ്ടും കൂടുതൽ ചെലവും കൂടുതൽ ഉപഭോഗവും കാണിക്കുന്നു. അഞ്ചാമത്തെ ഡ്രൈവർ എളുപ്പമുള്ള ക്രെഡിറ്റ് ലഭ്യതയെക്കുറിച്ച് സംസാരിക്കുന്നു. 50% ഇന്ത്യക്കാർ ഉടൻ തന്നെ പണമടയ്ക്കുന്നതിന് പകരം ഷോപ്പിംഗിനായി ബനോ കാർഡോ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡോ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നറിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെടും. ഈസി ക്രെഡിറ്റ് ലഭ്യത ഉപഭോഗം സുഗമമാക്കുന്നു. ഇനി ഇന്ത്യയുടെ ഉപഭോഗ കഥയുടെ ഒരു ഭാഗം ഉപഭോക്താവിന് എങ്ങനെ സ്വന്തമാക്കാം എന്നതാണ് ചോദ്യം. ഉത്തരം ഇതാണ്. PNB മെറ്റ്ലൈഫ് ഭാരത് ഉപഭോഗ ഫണ്ടിൽ നിക്ഷേപിക്കൂ. ഉപഭോഗ കുതിപ്പിന്റെ ഭാഗമാക്കൂ. അപേക്ഷിക്കാനായി നവംബർ 28 വരെ ഫണ്ട് തുറന്നിരിക്കുന്നു. NAV 10 രൂപയിൽ ആരംഭിക്കുന്നു. ഇത് മാത്രമല്ല, ഞങ്ങളുടെ മിഡ് ക്യാപ് ഫണ്ടോ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടോ സസ്റ്റൈനബിൾ ഇക്വിറ്റി ഫണ്ടോ ആകട്ടെ, ഞങ്ങളുടെ എല്ലാ ഫണ്ടുകളും സ്ഥിരമായ ബെഞ്ച്മാർക്കുകളെ മറികടന്നു. അവ മികച്ച നിക്ഷേപ തിരഞ്ഞെടുപ്പാക്കി മാറ്റുന്നു എന്ന് പറയാൻ ഞങ്ങൾ അഭിമാനിക്കുന്നു. പ്രമുഖ ആഗോള നിക്ഷേപ ഗവേഷണ സ്ഥാപനമായ മോർണിംഗ് സ്റ്റാർ ഞങ്ങളുടെ ഫണ്ടുകളെ 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ആയി റേറ്റ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ L&D മാനേജരുമായി ബന്ധപ്പെടും. ഭാരത് കൺസംഷൻ ഫണ്ട് കഥയുടെ ഭാഗമാക്കൂ. നന്ദി.